ഇത് ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലായി വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നലെ, അതായത് 6/11/25 ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഒരു അംഗൻവാടിയാണ്. ഇവിടുത്തെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത ഒരു അംഗൻവാടിയാണ്. ഈ അംഗൻവാടിയുടെ സംവിധാനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ തറ ഇന്നലെ ഉദ്ഘാടന സമയത്ത് ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് ഉദ്ഘാടനം ചെയ്തു പോയത്. അതിനപ്പുറം ഈ തറ ഒന്നും തന്നെ ബേസ് അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ടൈലിടാൻ കണക്കാക്കി സംവിധാനം ചെയ്തിരുന്നു, പക്ഷേ ടൈലോ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ കിച്ചണാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ടോയ്ലറ്റ്, ഇതാണ് സ്റ്റോർ റൂം. ഇവിടെ കിച്ചൻ്റെ ടാങ്കാണ് ടാങ്കിന് വേണ്ടിയുള്ള സംവിധാനം മാത്രം. ഇവിടെ ടാങ്കില്ല, കിച്ചണില്ല, വാട്ടർ ഫെസിലിറ്റി ഒന്നുമില്ല. ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്ന്, നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂമും ഒരു ഡോർ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിനപ്പുറം വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി വളരെ വളരെ അത്ഭുതം, നമ്മൾ എന്തു പറയുന്നത്, ഒരു തമാശയായി കാണുന്നൊരു കാര്യം, ഇവിടെ ഒരു ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റിൽ നമ്മൾ കാണുന്നത് ഒരു ക്ലോസറ്റ് വെറുതെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ക്ലോസറ്റിൽ കണക്ഷനോ വാട്ടർ ഫെസിലിറ്റിയോ ഒന്നുമില്ല. ഈ ക്ലോസറ്റിൽ നിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ അത് വേസ്റ്റ് മലിനജലം ഒഴുകി കെട്ടാനുള്ള സെങ്ക് ടാങ്കോ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ടോയ്ലറ്റിനകത്തേക്ക് വാട്ടർ ഫെസിലിറ്റി ഒന്നുമില്ല, ഒരു സംവിധാനവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 13,30,000 രൂപ ചെലവഴിച്ച് ഈ വാർഡിൽ ചെയ്തിരിക്കുന്ന അംഗൻവാടി. ഹൈടെക് അംഗൻവാടിയുടെ ഗണത്തിൽപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതാണ് ഇത്രയും രൂപ, അതായത് ദേശീയ തൊഴിൽ പദ്ധതിയുടെയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ മറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും തന്നെ ഇല്ല. നമുക്കിതിന്റെ പുറകിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, കുട്ടികളെ ഇത്രയും സുരക്ഷിതത്വം വേണ്ട ഒരു സ്ഥലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പുറകുവശം കിടങ്ങ് പോലെ കിടക്കുകയാണ്. പുറകുവശം മൊത്തം കിടങ്ങ് പോലെ. ഒരു കുഞ്ഞ് അബദ്ധത്തിന് ടീച്ചറോ ആയിയോ ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇതാണ് ഈ ഒരു അംഗൻവാടിയുടെ ഏറ്റവും വലിയ സവിശേഷത, അല്ലെങ്കിൽ അതിൻ്റെ കുറവെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണോ നമ്മുടെ സ്ത്രീ സുരക്ഷയും ശിശു സുരക്ഷയും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ നേരത്തെയൊക്കെ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്, പല സ്കൂളുകളുടെയും കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നും ചുവരിടിഞ്ഞ് വീഴുന്നും മേൽക്കൂരിടിഞ്ഞ് വീഴുന്നും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അതിദാരുണമായ അവസ്ഥകൾ സംഭവിക്കുന്ന, അപകടങ്ങൾ സംഭവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് 1-ാം തീയതി, അതായത് സർക്കാർ ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ അതേ ദിവസമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട്. പക്ഷേ ഇന്നലത്തെ ദിവസമാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്നത് ഈ വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആയിരിക്കുന്ന വ്യക്തിയാണ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിവിധ അംഗൻവാടികളുടെ പരിപാലനം 2025 സാമ്പത്തിക വർഷത്തിൽ 13,30,000 രൂപയാണ് ഇവിടെ ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കൽഫലകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇനി കൽഫലം ഇവിടെ നാളെ കാണുമല്ലെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം ഇവിടെ പണി തീരാത്ത അവസ്ഥയിലാണ് ഇത്രയും തുക എന്നുള്ളത്. കോൺട്രാക്ടർ സുനിൽ എന്ന് പറയുന്നൊരു പുള്ളിയാണ്. അദ്ദേഹത്തെ നമുക്ക് കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റും ഇവിടെ എത്ര രൂപയാണ് ചിലവായിരിക്കുന്നത്. ഈ 13 ലക്ഷം രൂപ, നമുക്കറിയാം, നമുക്ക് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് വയ്ക്കുന്നതിന് നമുക്ക് കിട്ടുന്നത് വെറും 4 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിൽ വരുന്നത് ബെഡ്റൂം, ഹാള്, കിച്ചൺ, ടോയ്ലറ്റ് എല്ലാം കൂടി ചേർത്താണ്. ഇവിടെ വെറും ഒരു ഹാളിനും ഒരു കിച്ചണും ഒരു ടോയ്ലറ്റിനും വേണ്ടിയാണ് ഈ 13 ലക്ഷം രൂപയുടെ ചിലവഴിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ അഴിമതി എന്താണെന്ന് പുറത്തു വരണം. ഇതിൽ ആരൊക്കെയാണ് അഴിമതി നടത്തിയിരിക്കുന്നത്? വാർഡ് മെമ്പറാണോ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റാണോ, അതോ കോൺട്രാക്ടറാണോ, അതോ ഉദ്യോഗസ്ഥരാണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ഈ നാടിൻ്റെ ആവശ്യമാണ്.